ഒന്നിനെ ചേർത്തി മതിൽ പടുത്താൽ ആ മതിൽ മണ്ണിലുറച്ചു നിൽക്കും, ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും. അമ്പതുണ്ടത്രേ പ്രിയവധുക്കൾ അൻപിയെന്നോരവർ ഉച്ചനേരത്തു കണ്ണീരുമായി വന്നെത്തിടുന്നവൾ ആരുമാട്ടു, അവളെയും ചേർത്തി മന്നവൾ ആരുമാട്ടു, അവളെയും ചേർത്തി മതിൽ തടുക്കും, അവളി ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങൾ നമുക്ക് എന്നും മുതൽക്കൂട്ടാകും. പുതുതലമുറയ്ക്ക് ഒരിക്കലും വായനയിൽ ലോകം നഷ്ടമാകരുത്. ഓരോ വായനാ ദിനവും ഭാഷയോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിപ്പിക്കാൻ ഉദിക്കട്ടെ. വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. വായനയിലൂടെയും എഴുത്തിലൂടെയും പരമാവധി അറിവ് നേടുക. എല്ലാ കൂട്ടുകാർക്കും വായനാ ദിന ആശംസകൾ. സ്നേഹത്തിന്റെ എണ്ണ കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുക. അതിൽ ഏകാഗ്രമായ മനസ്സിന്റെ തിരിവയ്ക്കുക. സത്യത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് അതിനെ പ്രകാശിപ്പിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള അജ്ഞതയുടെ അന്ധകാരം നീക്കം ചെയ്യുക. പ്രാർത്ഥന ചൊല്ലുന്നതിനായി സെന്റ് ജോൺസ് ടീമിനെ സ്വാഗതം ചെയ്യുന്നു. ഈശ്വര ചൈതന്യം ജീവാമൃതം, ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം. ഈശ്വര ചൈതന്യം ജീവാമൃതം, ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം. നിറയട്ടെ, നിറഞ്ഞൊഴുകിയിടട്ടെ മാനവ ഹൃദയ നിരങ്ങളിലെന്നും. നൽകിടാം നമുക്കുള്ളതെല്ലാം സ്വാർത്ഥതയില്ലാതെ സ്നേഹമോടെ. നന്മകൾ ചെയ്തിടാം, നല്ലതു ചെയ്തിടാം ഈശ്വര സൃഷ്ടിയാൽ മാതൃകയായി. ഈശ്വര സൃഷ്ടിയാൽ മാതൃകയായി. ഈശ്വര ചൈതന്യം ജീവാമൃതം, ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം. അടുത്തതായി നമ്മുടെ അവതരിപ്പിക്കുന്ന നാടകം നമുക്ക് ആസ്വദിക്കാം. അന്ന് ജൂൺ 19 വായനാ ദിനത്തിൽ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രസംഗം എഴുതിക്കുന്നു. എനിക്കിന്ന് നേരമില്ല, ഒരു കുക്കിംഗ് വ്ലോഗ് ചെയ്യാനുള്ളതാ. നീ അച്ഛനോട് പറ. അച്ഛൻ വായനാ ദിനത്തിൽ അവതരിപ്പിക്കാൻ ഒരു പ്രസംഗം എഴുതി തരാമോ? നീ മുത്തശ്ശിയോട് പോയി പറ, എനിക്ക് സമയമില്ല. നീ ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞു തരാം. എന്താണ് ഈ വായനാ ദിനം? കുഞ്ഞിനെ അറിയുമോ? PM പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് എന്നറിയാം. ശരിയാണ്. 1996 മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് കേരളത്തിൽ ധാരാളം വായനാശാലകൾ ഉണ്ടായത്. അപ്പോൾ ആളുകൾക്ക് ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടും, അല്ലേ മുത്തശ്ശി? അതെ അതെ. പണ്ട് ഇന്നത്തെ പോലെ ടിവിയും മൊബൈലും ഒന്നുമില്ലല്ലോ. സാധാരണക്കാരായ ആളുകൾ വായനാശാലയിൽ അംഗത്വം എടുത്താൽ മതി. വായനയ്ക്കായി പുസ്തകങ്ങൾ ലഭിക്കും. അല്ലേ മുത്തശ്ശി ആ കാലം? അതെ, ഞങ്ങൾക്ക് വായന ഒരു ഹരമായിരുന്നു. ഇന്ന് അങ്ങനെയല്ലല്ലോ, എല്ലാവരും തിരക്കിലാണല്ലോ. മോള് വായനാ ദിനത്തിൽ മാത്രം വായന ഒതുക്കാതെ ഒരുപാട് വായിക്കുക, വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. അതെ അതെ, കുഞ്ഞിമാഷ് പറഞ്ഞ പോലെ വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. എഴുതി മിടുക്കി. പ്രസംഗം ഞാൻ എഴുതി തരാട്ടോ. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എഴുതി വെക്കാം. Good morning, everyone. Respected Chief Guest, Mr. Subhash Ponoli, Manager,
Reverend Father Raphael Pannikaran, Assistant Manager Father Albin Pudisheri, Treasurer Mr. Josue Anthony. It's my pleasure to welcome you all for this Reading Day celebration. It's our great honor to welcome our esteemed Chief Guest, Mr. Subhash Ponoli, to our Reading Day inauguration ceremony. Your presence here today is a testament to your commitment to education and literacy. Welcome, sir. We are delighted to welcome our Assistant Manager, Father Albin Pudisheri, whose dedication to our school's growth is truly inspiring. Welcome, Father. We are grateful to have our Treasurer, Mr. Josue Anthony, with us today. Your financial expertise and guidance have been invaluable to our school. Welcome, sir. To our esteemed teachers, we appreciate your hard work and commitment to nurturing young minds. നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ വൃംഗഗീതി എന്ന കവിതയാണ്. അംഗസൗഭഗം കണി കാണുവാനില്ലാത്തോരു ഭൃംഗമാണെന്നാൽ എന്താ പൂവിന്നു ഞാനേ ജീവൻ പ്രേമത്തിൻ ചില്ലിൽ കൂടി നോക്കുമ്പോളേതും തോന്നും താമനീയകത്തിൻ്റെ അടിവീടായി തന്നെ നെടുവീർപ്പിനാൽ ചുറ്റും നേർത്ത സൗരഭം വീശി ചുടുമുച്ച വെയിലത്തും ചൂടറിഞ്ഞിടാതോമൽ ചെവിയോർത്തു നിന്നിടും മത്സമാഗമം മുൻപിട്ടവിടെ ഗ്രഹിപ്പിക്കുമെൻ മൂളിപ്പാട്ടിനായി അരികെ ചരിക്കുമ്പോൾ എൻ്റെ കാറ്റിട്ടാൽ പോലും വിരിയും മുഖം വേഗമംഗം വേപം കോലും ഞാൻ അടുത്തണഞ്ഞാകിൽ മിണ്ടുകിൽ അടക്കിക്കൊണ്ട നറും സ്മിതം നിൽക്കും കണ്ട ഭാവവുമെന്നെ മുഖരാതെ ഞാൻ പോയാൽ മുഗ്ധമാ പുഷ്പം ദീനമുഖമായി തിരിഞ്ഞു നോക്കിയിടവേ കാണാം നോക്കും പോകവേ വീണ്ടും കേൾക്കാം എൻ്റെ ജീവനാ പൂവിൽ മുഖമാം വിളി തളർന്നീടുമെൻ ചിറകപ്പോൾ എങ്ങനെ പിരിയുമാ നിശബ്ദ പ്രണയത്തെ എങ്ങനെ പിരിയുമാ നിശബ്ദ പ്രണയത്തെ ചങ്ങല കൂടാതെന്നെ ബന്ധിച്ച സാമർത്ഥ്യത്തെ എത്രയും മനോജ്ഞമായി നിഴലാൽ തൻ വെൺപട്ടിൽ ചിത്രവേലകൾ ചെയ്തു മധ്യാഹ്നമിരിക്കുമ്പോൾ അമരാത ഭൂമാറുപറ്റി ഞാൻ സുഖിക്കുന്നു മമ ഭാരത്താലോ മലങ്ങാനും തളർന്നാലോ പ്രണയാത്മനായി തീർന്നു സൗരഭം വീശും ഗാത്രം പുനരില്ല ഞാങ്ങാടം പൂവല്ലേ പതിച്ചാലോ ഉത്തരം തരാൻ ഞാനും ഓമനപ്പൂവേകാഗ്രചിത്തമായി നിൽക്കും മാറിൽ ചുംബിച്ചു ഞാൻ മന്ത്രിക്കേ. വായനാ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിനായി ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ പുതുശ്ശേരിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Good morning. Some more louder. Can you say good morning? വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥിയായിരിക്കുന്ന സുഭാഷ് സാർ, ജോസേട്ട,
ബഹുമാനപ്പെട്ട സ്നേഹമുള്ള ഏറ്റവും സ്നേഹമുള്ള ടീച്ചേഴ്സ്, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, എനിക്കെല്ലാവരും ചെറുതായതുകൊണ്ടാണ് കുഞ്ഞുമക്കളെ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? റീഡിംഗ് ഡേ ആണ് അല്ലേ? റീഡിംഗ് ഡേ. ഞാനിങ്ങനെ നിങ്ങളുടെ പോലെ ഇരുന്ന കാര്യമൊക്കെ ആലോചിക്കുകയായിരുന്നു. അന്നിങ്ങനെ നമുക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ഓരോരുത്തർ വന്ന് കുറേ പ്രസംഗങ്ങൾ റീഡിംഗ് ഡേയുടെ ഒന്ന് പറയാറില്ലേ? എല്ലാ കൊല്ലം കേൾക്കാറുണ്ട്. എന്നിട്ട് നമ്മളൊരു പുസ്തകം വായിക്കാറുണ്ടോ? പഠിക്കുന്ന പുസ്തകം വായിക്കാറുണ്ടോ എന്നല്ല ചോദിച്ചത്. എക്സ്ട്രാ ഞാനിങ്ങനെ കയറി വരുന്ന സമയത്ത് ഉമ്മാമിസ് എൻ്റെ അടുത്ത് പറയായിരുന്നു, അച്ഛൻ്റെ പ്രസംഗം കഴിഞ്ഞ് കഴിയുമ്പോൾ പിള്ളേർ ഇന്നൊരു പുസ്തകം വായിച്ചു തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും പറയുന്നുണ്ട് പിള്ളേരുടെ പുസ്തകം വായിക്കാൻ. പഠിക്കാനുള്ള പുസ്തകം പോലും വായിക്കാതെയാണ് നമ്മൾ വരുന്നത്. ആണോ? എന്നോട് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ലേ? ഞാൻ മലയാളത്തിൽ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ ചത്ത പോലെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ പുസ്തകം വായിക്കാൻ, എന്തിനാ പുസ്തകം വായിക്കണേ? കളിക്കാൻ, പഠിക്കാൻ. ഓക്കെ, പഠിക്കാൻ. പിന്നെ പറഞ്ഞു അറിവ് കിട്ടാനാ? ശരിക്കും പഠിക്കാൻ നന്നായിട്ട് പുസ്തകം വായിക്കും. ഓക്കെ, വലിയവരെന്തിനാ പുസ്തകം വായിക്കണേ? ഞാനിങ്ങനെ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണ്ടേ? പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കാതെ ഇരിക്കണ്ടേ? ഞാനിങ്ങനെ കുറെ തപ്പി സെർച്ച് ചെയ്തു. വായിച്ചിട്ട് എന്താണ് കിട്ടുക? വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് റീഡിങ്? ഒരു 2-3 ബെനിഫിറ്റ്സ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അറിയണത്. ഓക്കെ, നോളേജ് കിട്ടും പഠിക്കാൻ വേണ്ടി. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന കാര്യമില്ല ഞാൻ പറയണേ. ഔട്ട് ഓഫ് സിലബസിൽ നമ്മൾ കുറെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ്? കന്നഡ വാല. ഓക്കെ, ഞാനിങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലായിട്ട് വിളിക്കാം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് റീഡിങ്? മനസ്സിലാവാൻ. കുഞ്ഞു കൊച്ചങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് റീഡിങ്? ഞാൻ പറയുന്ന ഒരു ബെനിഫിറ്റ് ഇതാണ്. റീഡിങ് മേക്സ് യു എ ഡിഫറെന്റ് പേഴ്സൺ. തോന്നിയിട്ടുണ്ടോ? റീഡിങ് മേക്സ് യു എ ഡിഫറെന്റ് പേഴ്സൺ. മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യണം. നമ്മളിങ്ങനെ വായിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. കുറെ കാര്യങ്ങൾ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കും വായന. എങ്ങനെ വ്യത്യസ്തരാക്കും എന്നുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നല്ല, 2014 പുറത്തിറക്കിയ ഹെൽത്ത് ലൈൻ എന്ന മാഗസിനിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് ഇതാണ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് റീഡിങ്ങിലെ ഫസ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത്, റീഡിങ് സ്ട്രെങ്തൻസ് യുവർ ബ്രെയിൻ കണക്ഷൻ. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ബ്രെയിനിൽ എന്താണുള്ളത്? ഫുൾ നെറ്റ്വർക്ക് ആണ് അല്ലേ? കഴിഞ്ഞ ദിവസം I give you all wishes to become a good reader, and I request you to start reading today. Even though you read some newspaper, you get knowledge about the current scenarios, what is going around us and all. So every day you should read a little bit, compulsory. Out of your study syllabus and all, you should read some stories or otherwise some news. You want to make compulsory that reading should make you a habit in your daily life, so that you can make a different person in yourself. So on this day, once again, I wishes you all your bright future to become a good reader. Thank you and have a nice day. താര പോളിനെ ക്ഷണിക്കുന്നു. ഇന്ന് ജൂൺ 19 ദേശീയ വായനാ ദിനം. മലയാളിക്ക് വായനയുടെ വിശാലമായ ലോകം തുറന്നെന്ന P.N. പണിക്കരുടെ ജന്മദിനമാണ് ജൂൺ 19. ഒരു ഗ്രന്ഥകാരനായി ജീവിതം തുടങ്ങിയ P.N. പണിക്കർ ജനങ്ങളിൽ വായനയുടെ വിത്തുകൾ പാകുന്നതിന് ഏറ്റവും മികച്ച രീതിയിൽ സ്വാധീനം ചെലുത്തി. വായിച്ചു വളരൂ എന്ന സന്ദേശം അദ്ദേഹം ഭാരതത്തിന്റെ ഓരോ കൊച്ചു പ്രദേശത്തിലും എത്തിച്ചു. ഒരു നല്ല പുസ്തകം പുതിയ ലോകത്തിലേക്കുള്ള വഴികാട്ടിയാണ്. അത് നമ്മെ ഒരുപാട് അനുഭവങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ്
പ്രശസ്ത എഴുത്തുകാരൻ ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞത്, റീഡിംഗ് മേക്ക് എ ഫുൾ മാൻ. വായന മനുഷ്യനെ സമ്പൂർണ്ണമാക്കുന്നു. വാണിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾക്ക്. അതുകൊണ്ട് തന്നെ വാക്കുകൾ എഴുതിച്ചേർത്ത് വെച്ച പുസ്തകങ്ങളുടെ വായനയാണ് മനുഷ്യന്റെ മാനസിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യം. ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ്. ഓരോ കാലത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് വായനയുടെ രീതി മാറിയേക്കാം. ലൈബ്രറി ആയിരുന്നു പഴയ തലമുറയിലെ ആളുകളുടെ വായനാവേദി. അവിടെയുള്ള പുസ്തകങ്ങൾ വായിച്ചു അറിവ് പങ്കിട്ടുമാണ് മുൻ തലമുറ വായനയുടെ വിശാലമായ ലോകത്തേക്ക് നടന്നു കയറിയത്. എന്നാൽ കാലം മാറി. ലൈബ്രറിയുടെ പ്രാധാന്യം താരതമ്യേന കുറഞ്ഞു. വായനാ രീതി ചില വ്യത്യാസങ്ങൾ സംഭവിച്ചു. പുതിയ തലമുറ വായനയിൽ അല്പം പുറകിലാണെന്ന് പൊതുവെ വിലയിരുത്തലുണ്ടെങ്കിലും പുസ്തകങ്ങളുടെ ഡിജിറ്റൽ രൂപത്തിൽ സ്വീകരിച്ച് തുടങ്ങിയെന്നത് ഭാവിയിലെ വായനയ്ക്ക് പ്രതീക്ഷ പകരുന്നതാണ്. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതിന് മുമ്പേ നമ്മൾ തന്നെ നല്ല വായനക്കാരാവേണ്ടതുണ്ട്. അതിനായി ദിവസവും കുറച്ചു സമയം വായനയ്ക്കായി മാറ്റിവെക്കാം. അങ്ങനെ ഒരു നല്ല വായനാശീലം വളർത്താനുള്ള പ്രേരണയ്ക്കായി ഈ ദിനം വഴിതെളിക്കട്ടെ. നന്ദി, നമസ്കാരം. നന്ദി താര. വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത് എഴുത്തുകാരനും സിനി ആർട്ടിസ്റ്റുമായ ശ്രീ സുഭാഷ് പോണോടെയാണ്. ശക്തന്മാർക്ക്, ഹായ് ഗൈസ് എന്നീ സിനിമകളിൽ പാട്ടെഴുതുകയും 10ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ 14 ഷോർട്ട് ഫിലിമിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പ്രാവിൻകോട് ഷാപ്പ്, പാപ്പച്ചൻ ഒളിവിലാണ്, ശ്യാമൻ, സംഭവസ്ഥലത്ത് നിന്ന്, സൂത്രവാക്യം എന്നിവ അദ്ദേഹം അഭിനയിച്ച പ്രധാന സിനിമകളാണ്. 2023 ഇറ്റ് ഫോക്ക് നാടകം, നിലവിളികൾ, ആക്രോശങ്ങൾ, മർമ്മരങ്ങൾ എന്നീ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിൽ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. മുഖ്യാധാര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എഴുതുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് ഒരു യാത്ര പോകാം. വെൽക്കം സർ. എൻ്റെ എത്രയും പ്രിയപ്പെട്ട കൊച്ചുമക്കൾക്ക് നമസ്കാരം. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ നേരുന്നു. ഞാൻ വലിയ പ്രാസംഗികനൊന്നുമല്ല. ഞാനൊരു പോലീസുകാരനായിരുന്നു. 2 വർഷമായി റിട്ടയറായിട്ട്. ഇപ്പോഴാണ് കൂടുതൽ സിനിമകളിലും എഴുത്തിലും ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരു 6 വർഷമായിട്ട് ഞാൻ എഴുതാറുണ്ട്. അതിനു മുമ്പ് എഴുത്തിനോടും വായനയോടും താല്പര്യമുണ്ടായിരുന്നു. നിങ്ങൾ എഴുത്തിനോടും വായനയോടും താല്പര്യമുണ്ടോ, അതോ ഒഴിവു സമയങ്ങളിൽ TV-യിൽ കാർട്ടൂൺ കാണാനാണോ താല്പര്യം? മൊബൈലിൽ കുട്ടികളുടെ ഓരോ കളികൾ, ഗെയിമുകളുണ്ട്, അത് കാണാനാണോ താല്പര്യം? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഗെയിം കാണാനും കാർട്ടൂൺ കാണാനും നിങ്ങൾക്കുള്ള താല്പര്യം പോലെ നിങ്ങളുടെ പ്രായത്തിന് ശേഷം ബാക്കിലിരിക്കുന്ന വലിയ ചേട്ടന്മാരുടെ പ്രായത്തിലൊക്കെ പുസ്തകങ്ങളായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ചെറുപ്പക്കാരുടെയും ബാല്യകൗമാരങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം എന്ന് പറയുന്നത്. ഇന്ന് ഏകദേശം 50-40 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് അങ്കിള് പറയുന്നത്. ചിത്രശലഭങ്ങളെ പോലെ മാറുന്ന ഒരു മനസ്സുണ്ടാകേണ്ടതുണ്ട്. നമ്മളുടെ സത്വബോധം, നമ്മൾ ആരാണ് എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാക്കുന്നത് ഭാഷയാണ്. ആ ഭാഷ പഠനമാണ്. ഭാഷ ഗ്രന്ഥപ്രസ്ഥാനം, പുസ്തകങ്ങൾ, ലൈബ്രറികളും ഉണ്ടാക്കുന്നതിന് വേണ്ടി PN പണിക്കർ എന്ന മഹാ മനുഷ്യൻ കേരളം മുഴുവൻ സഞ്ചരിച്ച് ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ വളർത്തി. ഒരുപാട് ഗ്രന്ഥശാലകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായി. പക്ഷേ ഇന്ന് ഗ്രന്ഥശാലകളിൽ കുട്ടികളില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം അറിയണമെങ്കിൽ അത് നിങ്ങളുടെ മൊബൈലിലുണ്ട്. നിങ്ങൾ
വീട്ടിൽ അച്ഛനും അമ്മയോടും പറയണം, എനിക്ക് മൊബൈലിൽ നോക്കി കളിക്കാം, അതൊക്കെ ചെയ്യാം, ടി വിയിൽ കാർട്ടൂൺ കാണാം, എങ്കിലും കുഞ്ഞു കഥാപുസ്തകങ്ങൾ, കവിതാ പുസ്തകങ്ങൾ ഒക്കെ വാങ്ങിത്തരാനായി ആവശ്യപ്പെടണം. അതുപോലെ തന്നെ വീട്ടിൽ ഒരു പത്രം വരുത്തണം. ഈ വൈകിട്ട് ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ അച്ഛൻ അല്ലെങ്കിൽ അപ്പൻ ടി വി കാണുന്നുണ്ടാവും. അപ്പോൾ പപ്പയോട് പറയണം, ന്യൂസ് വയ്ക്കും പപ്പ. അപ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ലോകത്തിലുള്ള കാര്യങ്ങൾ, സംഭവ വികാസങ്ങൾ, നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ അറിയാൻ സാധിക്കും. നാട്ടിലെ വിഷമങ്ങളെക്കുറിച്ച്, ലോകത്തിൻ്റെ വിഷമത്തെക്കുറിച്ച് നമുക്കറിയാൻ കഴിയും. അപ്പോൾ നമ്മളൊരു അങ്ങനെ വളർന്നു വരുമ്പോൾ നമ്മൾ നല്ലൊരു മനുഷ്യനായി തീരും. മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്ന ഒരുപാട് ക്രൂരതകൾ ഉണ്ടാകുന്നത് ചെറിയ പ്രായത്തിലെ അവൻ ജീവിച്ചു വളർന്ന സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. നല്ല കുട്ടികളായി, നല്ല മക്കളായി വളർന്നാൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിനെ ക്ഷമയോടെ, തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ അതേപോലെ നമ്മൾക്ക് ക്ഷമിക്കാൻ കഴിയുകയും എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ കഴിയുകയും എല്ലാവരോടും ചിരിക്കാൻ പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല ഒരു പൗരനായി വളരുന്നത്. അതിലേക്ക് നിങ്ങളെ നയിക്കാൻ വായനയ്ക്ക് സാധിക്കും, കഥകൾക്ക് സാധിക്കും, കവിതകൾക്ക് സാധിക്കും, കാർട്ടൂണുകൾക്ക് സാധിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ ലഹരി നിങ്ങൾക്കറിയാം. കൊച്ചുമക്കളാണ് നിങ്ങൾ, അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കില്ല. സമൂഹത്തിൽ വലിയ രീതിയിൽ കാർന്നു തിന്നുന്ന, വിഷം വമിക്കുന്ന ഒരു ലഹരി മാഫിയ കുറേ വർഷങ്ങളായി പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതിഭയങ്കരമായ ഒരു മാഫിയയായി അത് ലോകമെമ്പാടും, പ്രത്യേകിച്ച് കേരളത്തിലും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കളും ടീച്ചേഴ്സും നിങ്ങളും എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കേണ്ടത് ലഹരി എന്ന് പറയുന്നത് കഞ്ചാവോ മറ്റു രാസപദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതല്ല. വായനയോ കവിതയോ കാർട്ടൂണുകളോ അങ്ങനെ അറിവ് നേടുന്ന കാര്യങ്ങളിലായിരിക്കണം നമുക്ക് ലഹരി ഉണ്ടായിരിക്കേണ്ടത്. കൂടുതൽ ഞാൻ നീട്ടിവലിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അങ്കിള് 10-15 വയസ്സുള്ളപ്പോഴാണ് അങ്കിളിൻ്റെ SSLC കഴിഞ്ഞത്. 15-16 വയസ്സുള്ളപ്പോഴാണ്. അന്ന് പഠിച്ച സ്കൂളിൻ്റെ ഓർമ്മയിൽ എഴുതിയ ഒരു കവിത അങ്കിളിൻ്റെ ഈ പുസ്തകത്തിലുള്ളതാണ്. അങ്കിൾ പഠിച്ച സ്കൂള് ആളൂർ എന്ന് പറഞ്ഞ സ്ഥലം കൊടകരയ്ക്ക് മാളയ്ക്ക് പോകുന്ന വഴിയാണ്. എൻ്റെ സ്കൂളിൻ്റെ പേര് രാജർഷി മെമ്മോറിയൽ ഹൈസ്കൂൾ എന്നായിരുന്നു. ആ രാജർഷി മെമ്മോറിയൽ ഹൈസ്കൂൾ, ആ രാജർഷി എന്നാണ് ഈ കവിതയുടെ പേര്. ബ്രാക്കറ്റിൽ എൻ്റെ സ്കൂൾ. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ കാലഘട്ടം പോലെ ഞങ്ങൾക്ക് അന്നൊക്കെ ഇന്റർവെല്ലിനൊക്കെ പുറത്തേക്ക് പോകാമായിരുന്നു. നിങ്ങൾക്കിന്ന് സാധിക്കില്ല. ഒരുപാട് വാഹനങ്ങളും പ്രശ്നങ്ങളും, അന്ന് ഇത്രയേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സ്കൂളിനെയും പരിസരത്തെയും സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഓർമ്മയെയും കുറിച്ചെഴുതിയിട്ടുള്ള എൻ്റെ ഒരു കവിതയാണ്. കവിത നിങ്ങൾ തലച്ചോറ് കൊണ്ട് വിശകലനം ചെയ്യരുത്. ഹൃദയം കൊണ്ടാണ് കവിതകൾ കേൾക്കേണ്ടത്. ഹൃദയത്തിലാണ് കവിതകൾ പതിയേണ്ടത്. ഹൃദയം കൊണ്ടാണ് കവിതയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അത് ഈ കവിതയെ കുറിച്ചല്ല പറഞ്ഞത്. മൊത്തത്തിൽ കവിതകൾ വായിക്കുമ്പോൾ, കഥ വായിക്കുമ്പോൾ ഹൃദയം കൊണ്ട് വായിക്കുക. തലച്ചോറ് കൊണ്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അങ്കിളിൻ്റെ രാജർഷി എന്ന കവിത ഞാനിവിടെ അവതരിപ്പിക്കാം. മത്തായി ചേട്ടൻ്റെ ചായക്കടയിലെ ഗോതമ്പടയുടെ രുചി, ചുമ്മാരുവിൻ്റെ പെട്ടിക്കടയിലെ തേനിലാവുറങ്ങുന്ന മിഠായി കുപ്പി, അപ്പൂപ്പൻ്റെ ചില്ലുഭരണിയിലെ പല്ലൊട്ടിയും പല്ലു കാണിച്ച അപ്പൂപ്പൻ്റെ ചിരിയും, ബീന ജോസേട്ടൻ്റെ നെല്ലിക്ക ഉപ്പിലിട്ടതും സോഡ സർബത്തും, ഓർമ്മകളുടെ വസന്തങ്ങളിലെ കൗമാര ചിറകുകൾക്ക് എത്ര ഭംഗിയാണ്. KP മേരി ടീച്ചറുടെ 10ാം ക്ലാസ്സിലെ മത്തുപിടിപ്പിക്കുന്ന മലയാളം, ആനി ടീച്ചറെ പേടിപ്പിച്ച് കണക്ക് തീർപ്പാക്കുന്ന ചൂരൽ കഷായം, പാവം നാഗമ്മാൾ ടീച്ചറിൻ്റെ രാഷ്ട്രഭാഷ ഹിന്ദി, കുട്ടികളെ തല്ലാത്ത ലൂയിസ് മാഷിൻ്റെ സാമൂഹ്യ പാഠം, EV പോൾ മാഷിൻ്റെ നനുത്ത മഴ പോലെയുള്ള ഇംഗ്ലീഷ്, ശാസ്ത്ര വിഷയത്തിൻ്റെ വഞ്ചി തുഴഞ്ഞ വർക്കിമാണി മാഷും കൊച്ചുമേരി ടീച്ചറും, മെലിഞ്ഞ റോസിലി ടീച്ചറും, CK ജോസ് മാഷയെയും മാഗി ടീച്ചറെയും മറക്കുന്നത് എങ്ങനെ? മാലാക പോലൊരു ഹെലൻ ടീച്ചറും, സ്വർഗമേറിയ റോസിൻ്റെ മനമുള്ള റോസിലി ടീച്ചറും, പാപ്പച്ചൻ മാഷിൻ്റെ നനുത്ത പുഞ്ചിരി, വർഗീസ് മാഷിൻ്റെ ചുണ്ടിലെരിയുന്ന കാജാ ബീഡി, ബാബു മാഷിൻ്റെ ട്യൂഷൻ പ്രഭാതങ്ങൾ, ചാക്കുണ്ണി മാഷിൻ്റെ മരവിച്ച മരണം, 6 അടി പൊക്കമുള്ള സുദർശനം മാഷ് നന്മയുടെ പൂമരം, പ്രത്യയശാസ്ത്രത്തിലുപരി സ്നേഹത്തിൻ്റെ നിലാവ് പെയ്തവർ, പുകമൂടിയ ചില്ലുജാലകങ്ങളിൽ മധുരാസീന്തിപ്പഴമരത്തിൻ്റെ തണലിൽ കിനാക്കൾ ഉറങ്ങുന്നു. പ്രണയമേ, നിന്റെ പുഴയുടെ കുളിരുകൾ ഉണർത്തുന്ന രാജർഷിയുടെ രജതപാതയിൽ ഞാനും ഒരു യാത്രക്കാരൻ. പെയ്തുതോർന്ന ഓർമ്മമഴകളിൽ അച്ഛൻ ഈറനണിഞ്ഞു നിൽക്കുന്നു. വിറയ്ക്കുന്ന വിരലുകളിൽ സ്നേഹാക്ഷരങ്ങൾ നിങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കും മരിക്കുവോളം. ഇതിൽ മദ്രാസീന്തപ്പഴം എന്ന് പറയുന്ന മരം ഞങ്ങളുടെ അസംബ്ലി നടന്നിരുന്ന അവിടെ ഒരു മരമുണ്ടായിരുന്നു. അത് മദ്രാസീന്തപ്പഴമായിരുന്നു. അതിനിടയിലേക്ക് അച്ഛൻ കയറി വന്നത്, എൻ്റെ അച്ഛൻ ആ സ്കൂളിലെ പിയൂണായിരുന്നു. അപ്പോൾ അതാണ് ഈ ഓർമ്മകളിലൂടെ ഞാൻ പങ്കുവയ്ച്ചത്. നല്ലൊരു വായനക്കാരനും ഭാവി ഭാരതത്തിൻ്റെ ക്രിയാത്മകതയിൽ നിങ്ങൾ സർഗപ്രതിഭകളായി വളരാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അവതരിപ്പിക്കുന്നത് ലെവിൻ ലിൻഡോ. Good morning to you all. My name is Levin Lindo from class 8 and I'm going to tell a story about reading.
And once again, I am wishing you everyone a happy reading day. So let's start the story. So everyone please listen carefully. The magic of reading. One day, once upon a time, there was a young boy named Rohan who didn't like reading. He found it boring and would rather play outside with his friends. One day, while exploring his attic, Rohan stumbled upon an old, mysterious-looking book. As he flipped through its pages, he discovered that the book was magical. It could transport him to any place he desired. Rohan was thrilled and began reading the book every day. He traveled to enchanted forests, majestic mountains, and even under the sea. With each new adventure, Rohan's love for reading grew. He realized that reading wasn't just about turning pages, but about exploring new words, meeting new people, and learning new things. As Rohan continued to read, he noticed that his imagination was growing and his vocabulary was expanding. He was able to express himself more confidently and make new friends who shared his love for reading. One day, Rohan's teacher asked him to write a story about his favorite adventure. Rohan was hesitant at first, but then he began to write. The words flowed effortlessly, and soon he had written a beautiful story. His teacher was impressed, and Rohan felt proud of himself. Rohan realized that the magic of reading had not only taken him on an amazing adventure, but also helped him to develop his writing skills and confidence. So the conclusion is that Rohan's love for reading had transformed him into a confident and creative person. He learned that reading is a powerful tool that can transport us to new worlds, broaden our knowledge, and spark our imagination. The moral of the story is that reading can unlock new possibilities and help us to grow as individuals. It can broaden our horizons, spark our imaginations, and help us to develop new skills. So let's make reading a part of our daily lives and discover the magic that awaits us. You can include the paragraph I provided earlier in your assembly to emphasize the importance of reading. Today, we celebrate the magic of reading, which connects us to the dreams of writers, the imagination of illustrators, and the curiosity of readers everywhere. As we honor this special day, let's remember that every book we read is a key that unlocks a new world, a new idea, or a new friend. Thank you and happy reading day. നന്ദി ലെനിൻഡോ. വാർത്തകൾ നമുക്ക് എന്നും കൗതുകരമാണല്ലോ. ഇന്നത്തെ വാർത്ത വായിക്കുന്നതിനായി സെനിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ന് വായനാ ദിനം. ഏവർക്കും വായനാ ദിനാശംസകൾ നേർന്നു. വീണ്ടും കാട്ടാന ആക്രമണം. മുണ്ടൂരിൽ കാട്ടാന ചവിട്ടേറ്റ് വയോധികൻ മരിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടർ നടപടികൾ സംബന്ധിച്ച് സാധ്യതകൾ ട്രംപിന് കൈമാറിയെന്ന് US പ്രതിരോധ സെക്രട്ടറി. ഓപ്പറേഷൻ സിന്ദൂർ. ഇറാനിൽ നിന്ന് 10 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ സൗജന്യമായി വീടുകളിൽ എത്തിക്കും. കായിക വാർത്തകൾ. അടുത്ത വർഷത്തെ 2020 വനിതാ ലോകകപ്പ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ജൂൺ 14 എജ്ബാസ്റ്റനിൽ. നന്ദി. നന്ദി സെലിൻ. ഗ്രൂപ്പ് സോങ് അവതരിപ്പിക്കുന്നതിനായി നന്ദഹാരെയും നക്ഷത്രയെയും ക്ഷണിക്കുന്നു. दया कर दान विद्या का हमें परमात्मा देना, दया करना हमारी आत्मा में शुद्धता देना, हमारे ध्यान में आवो प्रभु, आँखों में बस जाओ, अंधेरे परम ज्योति जगा देना, दया कर दान विद्या का हमें परमात्मा देना, बहा दो ज्ञान की गंगा दिलों में, प्रेम का सागर
रहना सिखा देना, दया कर दान विद्या का हमें परमात्मा देना। हमारा कर्म हो सेवा, हमारा धर्म हो सेवा, सदा ईमान हो सेवा, वो सेवक जन बना देना। दया कर दान विद्या का हमें परमात्मा देना। वतन के वास्ते जीना, वतन के वास्ते मरना, वतन पर जान फिदा करना, प्रभु हमको सिखा देना। दया कर दान विद्या का हमें परमात्मा देना। दया करना हमारी आत्मा में शुद्धता देना। धन्यवाद. നന്ദി കൂട്ടുകാരെ. അടുത്തതായി നമ്മുടെ സെന്റ് ജോൺസ് ഫാമിലിയുടെ ഒരു സന്തോഷ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ വിശിഷ്ടാതിഥിയായ സുഭാഷ് സാറിനെയും സമ്മാനം നൽകുന്നതിനായി അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ പുതുശ്ശേരിയെയും ക്ഷണിക്കുന്നു. ഈ സുദിനത്തിൽ നന്ദി പറയുന്നതിനായി അനേയ ബൈജുവിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സുഭാഷ് പോളോളി സാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, അധ്യാപകരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ വായനാ ദിനത്തിന്റെ ആശംസകൾ ഏവർക്കും നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഇന്ന് നമ്മെ ഉജ്ജ്വലമായ വായനയുടെ ലോകത്തിലേക്ക് നയിക്കുകയും മനോഹരമായ ഈ പരിപാടിയിലേക്ക് തൻ്റെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥിയായ സുഭാഷ് പോണോളി സാറിന് എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ചുറുചുറുക്കോടെ ഓടി നടന്ന് നമ്മുടെ സ്കൂളിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും വികാരി അച്ഛനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ പുതുശ്ശേരി അച്ഛന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. സ്കൂളിന്റെ എല്ലാവിധ കണക്കുകളും വളരെ കൃത്യതയോടുകൂടി എഴുതി സൂക്ഷിക്കുന്ന ജോസ് യു ആന്റണി സാറിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഈ പരിപാടിയിലേക്ക് ആധാരശിലയായ എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും വളരെയധികം നന്ദി. അവസാനമായി നമ്മുടെ പ്രിയ കൂട്ടുകാർ, നിങ്ങൾ മാത്രമാണ് ഈ പരിപാടിയുടെ പ്രിയ താരങ്ങൾ. വായനയോടുള്ള നിങ്ങളുടെ ആവേശത്തിനും പങ്കാളിത്തത്തിനും ഒരുപാട് നന്ദി. വായനാ ദിനത്തിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എല്ലാവർക്കും എൻ്റെയും സ്കൂളിൻ്റെയും പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി അനേയ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വായനാ ദിനാശംസകൾ നേരുന്നു. ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तब शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे
जय हे जय 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 हे